എല്ലാ വിദ്യാലയങ്ങളും പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികളൊക്കെ ഉഷാറായി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ പോയി തുടങ്ങി. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഒരു കൊല്ലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാനാണ്, ഇയർ പ്ലാൻ. ഒരു ഇയർ പ്ലാനാണ് ആദ്യം വേണ്ടത്. ഈ ഇയർ പ്ലാൻ വാസ്തവത്തിൽ സ്കൂൾ തുടങ്ങിയതിന് ശേഷം ആരംഭിക്കേണ്ടതല്ല, വെക്കേഷൻ കാലഘട്ടത്തിൽ തുടങ്ങേണ്ടതായിരുന്നു. ശരിക്കും വെക്കേഷൻ എന്ന് പറയുന്നത് 2 മാസക്കാലമാണ്, ഏപ്രിൽ മെയ്. തുടർന്ന് വരുന്ന വർഷത്തിലേക്ക് നന്നായി ഒരുങ്ങാനായിട്ട്, ആ വർഷത്തിലെ ജോലികൾ കുറച്ചൊന്ന് ലഘൂകരിക്കാനായിട്ട് ഈ 2 മാസം വേണ്ടതുപോലെ പ്ലാൻ ചെയ്താൽ നന്നാകുമായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളവരുണ്ടാകും ധാരാളമായിട്ട്. വേറെ ചിലർ അതൊക്കെ ഉഴപ്പിക്കളഞ്ഞിട്ടുണ്ടാവും. പ്ലാൻ ചെയ്തവർക്ക് ഇതങ്ങനെ തുടങ്ങുകയേ വേണ്ടു, അവർക്ക് ഇടയ്ക്ക് വെച്ചൊരു നഷ്ടമില്ല. എന്നാൽ ഈ 2 മാസക്കാലം ഉഴപ്പിക്കളഞ്ഞവർക്ക് പഠനത്തിലേക്ക് തിരിച്ചു വരാൻ തന്നെ കുറച്ച് സമയം വേണ്ടി വരും. സ്കൂൾ തുറന്ന് ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് അവർക്ക് പഠനത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുവരെ കാര്യമായ പഠനമൊന്നും അവരവരുടെ മനസ്സൊന്നും അവരുടെ കൺട്രോളിൽ നിൽക്കില്ല. അടിപൊളിയായിട്ട് ജീവിച്ചതുകൊണ്ട്, വെക്കേഷനിൽ അടിപൊളിയായിട്ട് കഴിഞ്ഞുകൂടിയത് കൊണ്ട് തിരിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കും. ഇനി ഈ വർഷം നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? അത് 3 തരത്തിൽ വേണം. ഒന്ന്, ദീർഘകാല പ്ലാനിങ്. ഒരു കൊല്ലത്തേക്ക് വേണ്ട പ്ലാനിങ് മുഴുവൻ അതിൽ വേണം. 2, ഒരു ടേമിലേക്കും ഒരു പ്ലാനിങ്. 3, ഒരു ഷോർട്ട് ടേം പ്ലാനിങ്, ഒരാഴ്ചയിൽ പ്ലാൻ ചെയ്യാം. 4 വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള പ്ലാനിങ്ങും ആകാം. ഓരോ ദിവസത്തേക്കും നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. ഒരു വർഷത്തിലെ ഓരോ ദിവസത്തേക്കും പ്ലാനിങ് ഉണ്ടാവണം. ഒരു കലണ്ടർ പോലെ ഇരിക്കും അത്. നമുക്ക് ശരിക്കും ഒരു ഡയറി വാങ്ങി അല്ലെങ്കിൽ നോട്ട് ബുക്ക് വാങ്ങി ഡേറ്റ് ഇട്ട് അതിന് പ്ലാൻ ചെയ്യാം. ഞാൻ ഈ വർഷം ഇന്നതൊക്കെ ചെയ്യും, ഇന്നതൊന്നും ചെയ്യില്ല. അങ്ങനെ ഉള്ള ഒരു പ്ലാനിങ് ആണ്. ആ പ്ലാനർ, ഇയർ പ്ലാനർ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. ഇയർ പ്ലാനർ, പല പബ്ലിഷേഴ്സും അങ്ങനത്തെ ഇയർ പ്ലാനർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും വിശുദ്ധ ബൈബിളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. ഇയർ പ്ലാനർ ജനുവരി 1 മുതൽ തുടങ്ങുന്നു. ഓരോ ദിവസത്തേക്കും വേണ്ട തിരുവചന വായനയാണ് ആ ഇയർ പ്ലാനിൽ കിടക്കുന്നത്, ഓരോ ദിവസത്തേക്കും വേണ്ടത്. ഇതുപോലെ നമുക്കും ചെയ്യാം. ഒരു സ്കൂളിൽ ഒരു ഇയർ പ്ലാനർ ഉണ്ടാവുന്നത് നല്ലതാണ്. ജൂൺ 1 മുതൽ മാർച്ച് 31 വരെയും അതിന് ശേഷവും ഒരു ഇയർ പ്ലാനിങ് ഉണ്ടാവുന്നത് നല്ലതാണ്. മാർച്ച് 31 ശേഷം എന്ത് പ്ലാൻ ചെയ്യാനാണ് നിങ്ങൾ ചോദിക്കും. അതിനും കുട്ടികൾക്കൊരു പ്ലാനിങ് ചെയ്തു കൊടുക്കണം. അടുത്ത വർഷം വരുമ്പോൾ ഇന്നതൊക്കെ പഠിച്ചു വരണം എന്ന് ഒരു പ്ലാനിങ് അവർക്ക് കൊടുക്കണം. നല്ല സ്കൂളുകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഈ വെക്കേഷനിൽ എന്തൊക്കെ ചെയ്യണം? പ്രധാനമായിട്ടും ഈ വെക്കേഷനിൽ ചെയ്യേണ്ടത് റിവിഷനാണ്. കഴിഞ്ഞ വർഷം പഠിച്ചത് അത് മുഴുവൻ മറന്നു കളയാനുള്ളതല്ല വെക്കേഷൻ. അത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ, ഇടയ്ക്ക് ആഴ്ചയിലൊരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ മിനിഞ്ഞാന്ന് ഒരു MSc സുവോളജി നെറ്റ്
ഒക്കെ ഉള്ള ഒരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ചെയ്യണ നേരത്ത് മറ്റ് അധ്യാപകരെ, സുവോളജി അധ്യാപകരെ ആ നേരത്ത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ നമ്മുടെ എലിമെൻ്ററി കനാൽ അതിൻ്റെ പടം ഒന്ന് വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് വരയ്ക്കാൻ പറ്റിയില്ല. 2 വര മാത്രം ഇങ്ങനെ വരച്ച് നിർത്തി. പിന്നെ ആമാശ ഇങ്ങോട്ട് വളയണോ ഇങ്ങോട്ട് വളയണോ എന്നുള്ളത് ആ കുട്ടിക്ക് ഓർമ്മയില്ല. കുറച്ച് നേരം നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, SSLCക്ക് എത്ര മാർക്കുണ്ട്? ഫുൾ A+ ആണ്. 12ാം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ട്? ഫുൾ A+ ആണ്. അത് കഴിഞ്ഞപ്പോൾ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഇതുപോലും അറിയുന്നില്ല. പഠിക്കാഞ്ഞിട്ടാണോ? അല്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണത്? ഞാൻ അതിന് ശേഷം ഇത് നോക്കിയിട്ടില്ല, റിവൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വെക്കേഷനും അതുപോലെ ഉള്ള നീണ്ട ഹോളിഡേയ്സൊക്കെ വരുമ്പോൾ പഴയതൊക്കെ ഒന്ന് മറച്ച് നോക്കാനായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് മറച്ച് നോക്കുക മാത്രമേ വേണ്ടൂ. കാരണം അതൊക്കെ നന്നായി പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് മറച്ച് നോക്കിയാൽ ആ ചിത്രം മനസ്സിലേക്ക് വീണ്ടും വരും. ഒരു പക്ഷേ 10 മിനിറ്റോ 20 മിനിറ്റോ കൊടുത്താൽ ആ കുട്ടിക്ക് തന്നെ ആ പടം വരച്ചെടുക്കാൻ കഴിയും. കാരണം അത് ഉപബോധ മനസ്സിലത് കിടക്കുന്നുണ്ട്. അത് ബോധ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ കുട്ടിക്ക് സമയം കൂടുതൽ വേണ്ടി വന്നത് എന്താ? അടുത്ത കാലത്തൊന്നും ആ പടം കണ്ടിട്ടില്ല. ഇടയ്ക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ വെക്കേഷനിൽ വല്ല പ്ലാനിങ് ചെയ്യണോ എന്നുള്ളതാണ്. വേണം. വെക്കേഷനിൽ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് കുറച്ച് ലോഡ് കൊടുത്തിട്ട് വേണം വിടാനായിട്ട്. ആ ലോഡ് 2 തരത്തിലായിരിക്കണം. ഒന്ന്, അത് ഈ കൊല്ലത്തെ അവസാന വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, ആ തലേ വർഷം പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ. 2, അടുത്ത വർഷം പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്വയമായിട്ട് ഒന്ന് പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ സ്വയമായിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ സ്കൂളിൽ പോകുന്നത് എന്ന് ചോദിക്കും. സ്കൂളിൽ തുറന്നിട്ട് പഠിച്ചാൽ പോരെ? അങ്ങനെയല്ല. അത് സ്വയമായി പഠിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. സ്വയമായി പഠിക്കുമ്പോൾ മാത്രമാണ് കുട്ടിയുടെ മസിൽ പവർ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മസിലല്ല കേട്ടോ, ബുദ്ധിശക്തിക്ക് ഒരു മസിൽ പവറുണ്ട്. ആ പവർ കൂടി വരുന്നത് അപ്പോഴാണ്. തന്നെ പഠിക്കുമ്പോൾ. തന്നെ പഠിച്ച വളരെയേറെ പ്രസിദ്ധനായ ഒരു വ്യക്തി പുരാണങ്ങളിലുണ്ട്. ഗുരു പഠിപ്പിച്ച അർജുനനേക്കാൾ മികവുള്ളവനായി ഗുരുവിന് തന്നെ തോന്നിക്കത്തക്ക വിധത്തിൽ മികവാർജിച്ച ഒരു പുരാണ കഥാപാത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഏകലൈബ്യൻ ഒക്കെ സ്കൂളിൽ പഠിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ സ്വയമായി പഠിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് പല അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്ന്, അതിന് ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. സമരമാണ്, ഒരാഴ്ച സമരമാണ്, ഒരാഴ്ച മഴ കാരണം ഹോളിഡേയ്സാണ്. എന്നാലും ഇത്തരം വ്യക്തികൾക്ക് പഠിക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ല. ചിലർ അങ്ങനെയല്ല, സ്കൂളിൽ പഠിച്ചാൽ മാത്രമേ എടുത്താൽ മാത്രമേ പഠിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, മറ്റുള്ളവർക്ക് ലിമിറ്റേഷൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇയർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഈ കൊല്ലത്തെ അവസാനത്തെ ഭാഗം അത് പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അടുത്ത ഏപ്രിൽ മാസത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ തന്നെ അയാളുടെ ടൈം ടേബിളിലുണ്ടാവും. അടുത്ത മെയ് മാസത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത് അയാളുടെ ഇയർ പ്ലാൻ എടുത്ത് നോക്കിയാൽ അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും അദ്ദേഹം അതിലേക്ക് ട്യൂൺഡാവും. മെയ്യിൽ ഇന്നത് ചെയ്യാനുണ്ട്, അപ്പോൾ ഞാൻ മാർച്ചിൽ ഇന്നത് ചെയ്യാനുള്ളത് അത് ചെയ്യണം, നീട്ടിവെക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ഈ ഇയർ പ്ലാൻ ഉള്ളവർക്കുണ്ടാകും. ഇതിനിടയ്ക്ക് 2 വെക്കേഷൻ കിട്ടും, ഓണം, ക്രിസ്മസ്. അവിടെ എന്ത് ചെയ്യണം അതൊക്കെ പ്ലാൻ ചെയ്യണം. പിന്നെ ചിലപ്പോൾ പൂജ ഹോളിഡേയ്സ് 2-3 ദിവസം കിട്ടും. ചില റംസാൻ ഹോളിഡേയ്സ് 3, 4, 5 ദിവസമൊക്കെ കിട്ടും. അങ്ങനെ കൂടുതൽ ഹോളിഡേയ്സ് കിട്ടുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം ഇതൊക്കെ പ്ലാൻ ചെയ്യണം. ഇനിയും ഒരു പ്ലാനിങ്ങും കൂടിയുണ്ട്. അവിചാരിതമായിട്ട് നമുക്ക് ഹോളിഡേയ്സ് വല്ലതും കിട്ടിയേക്കാം. ഏതെങ്കിലും ഹോളിഡേയ്സ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാത്ത ഹോളിഡേയ്സ് എന്തെങ്കിലും വന്നേക്കാം. എന്തെങ്കിലും കാരണവശാൽ സ്കൂളുകൾ ഒരാഴ്ചത്തേക്ക് അടയ്ക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാലും
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹോളിഡേയ്സ് ഉണ്ടായാൽ അത് ഞാൻ എന്ത് ചെയ്യണം, അതും കൂടി പ്ലാൻ ചെയ്യണം. അതാണ് ഈ പ്ലാനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹൗ ടു പ്ലാൻ അവർ ഡേയ്സ്, നമ്മുടെ ഇയർ എങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ അതൊരു ഇയർ പ്ലാൻ കൃത്യമായിട്ട് ഒരു സെപ്റ്റംബർ 16 ഇന്ന ദിവസം എന്താണ് എൻ്റെ ഇയർ പ്ലാനിലുള്ളത് തുറന്ന് നോക്കിയാൽ കാണണം. അവിടെ ഇന്ന സാധനം പഠിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് സ്കൂളിനും ഉണ്ടാകണം. ഞാൻ പറയും വീട്ടുകാർക്കും ഉണ്ടാകണം അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്. ഒരു വീടിന് ഒരു പ്ലാനിങ് ഉണ്ടാവണം. അതെങ്ങനെയാണ്? മക്കളെ കല്യാണം കഴിക്കാനുണ്ട്, വിവാഹ ആലോചനയുണ്ട് എങ്കിൽ പ്ലാൻ ചെയ്യണം. വിവാഹം ഉണ്ടെങ്കിൽ അത് വന്നാൽ ഇന്ന സമയത്ത് വേണം നടത്താൻ. അപ്പോൾ കുറച്ച് ദിവസം ഒഴിവുണ്ട്. കുട്ടികൾക്ക് അതിനു വേണ്ടി ഹോളിഡേയ്സ് ഒന്നും പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഹോളിഡേയ്സിൽ നടത്തുന്നു. അത് മാതാപിതാക്കൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. അതുപോലെ ടൂറ് പോകുന്നത്, അതൊക്കെ മാതാപിതാക്കൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. ഇന്ന ദിവസം ഇന്ന വെക്കേഷനിൽ 2 ദിവസം ഒന്ന് ടൂറ് പോകുന്നു. അത്രയും നല്ല ഒരു കാര്യമല്ല. പക്ഷെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ കാലഘട്ടം എന്ന് പറയുന്നത് 12 കൊല്ലമാണ്. ആ കാലഘട്ടത്തിൽ ഒന്നും ടൂറ് പോകാൻ പാടില്ല എന്ന് അങ്ങനെയൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിലാണ് എന്ന് വിചാരിക്കാം. 10ൽ പഠിക്കുകയാണ് കുട്ടി, 10ൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ 12ൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ 11ൽ പഠിക്കുകയാണ്. ക്രൂഷ്യൽ ഇയേഴ്സാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇയേഴ്സാണ്. ഈ കൊല്ലങ്ങളിൽ ആ കുട്ടിയെ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ നോക്കണം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ അത്രയും നല്ലത്. സമയനഷ്ടം ഒന്നും ഉണ്ടാകില്ല. പക്ഷെ ഒരു വീട്ടിലൊരു പക്ഷേ ഒരു മരണമൊക്കെ വന്നേക്കാം. അത് നമുക്ക് എക്സ്പെക്റ്റഡ് അല്ലല്ലോ. അതിനൊന്നും നമുക്ക് ഒരുങ്ങി വയ്ക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല. അല്ലാത്ത കാര്യങ്ങൾ, നിശ്ചയമുള്ള കാര്യങ്ങൾ, മരണമൊന്നും നിശ്ചയമുള്ള കാര്യങ്ങളല്ല. നിശ്ചയമുള്ള കാര്യങ്ങൾ, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ, അത് നമുക്ക് വേണ്ടതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികളെ സമയം നഷ്ടപ്പെടുന്നതിൽ നിന്ന് പരിരക്ഷിക്കാനായിട്ട് കഴിയും. അത് മാതാപിതാക്കളുടെ കടമകളിൽപ്പെട്ടതാണ്. അങ്ങനെ പഠിക്കുന്ന കുട്ടികളുള്ള ഒരു വീട്ടിലേക്ക് വിരുന്ന് പോകുന്നത്, സന്ദർശനത്തിന് പോകുന്നത്, വിരുന്ന് എന്നുള്ളതൊന്നും ഇപ്പം ഇല്ല, സന്ദർശനത്തിന് പോകുന്നത്, അത് നമ്മൾ വേണ്ടതുപോലെ നോക്കി വേണം ചെയ്യാനായിട്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി ചെല്ലുകയും അവർ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താൽ ആ കുട്ടിയുടെ പഠനത്തിനെ അത് ബാധിക്കാം. സീരിയസ് ആയിട്ടുള്ള പഠനത്തിൽ ഇൻവോൾവ് ചെയ്ത കുട്ടികളുടെ കാര്യമാണ് പറയണേ. അങ്ങനെ 2 വീടുകളുണ്ട്. ഭവന സന്ദർശനമൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ കോൺടാക്റ്റ് ഈസ് എ മസ്റ്റ്. അതുണ്ടാവണം. ഭവന സന്ദർശനം. പഠിക്കുന്ന കുട്ടികളൊന്നും ഇല്ലാത്തൊരു വീട്ടുകാർ പഠിക്കുന്ന കുട്ടികളുള്ളൊരു വീട്ടിലേക്ക് പോകുമ്പോഴാണ് അതൊരു ഡിസ്റ്റർബൻസായി മാറുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം. കുട്ടി സ്കൂളിലേക്ക് പോയിരിക്കുന്ന അവസരത്തിൽ ഒരു സന്ദർശനമാവാം, വിരോധമില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് വീട്ടുകാർ സന്ദർശിക്കുന്നു, കുട്ടി സ്കൂളിലേക്ക് പോയിട്ടുള്ള സമയമാണ്. ഒരിക്കലും ആ കുട്ടിയെ നമ്മുടെ വിസിറ്റ് ഡിസ്റ്റർബ് ചെയ്യില്ല. എത്ര നേരം നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു കൂട്ടിയാലും എന്തൊക്കെ ചർച്ചകൾ നടത്തിയാലും അതൊന്നും ആ കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഇതിനൊക്കെ മാതാപിതാക്കൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പലരും അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഓരോ ദിവസത്തേക്കും നമുക്കൊരു പ്ലാനിങ് വേണം. നാളെ എന്തൊക്കെ വേണം എന്ന് ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എഴുതി വയ്ക്കണം. ഇന്നതൊക്കെ ഞാൻ ചെയ്യണം. അത് എഴുതി വെച്ചാൽ ആലോചിച്ച് സമയം കളയാതെ ഓരോന്നിനും പ്രയോറിറ്റി അനുസരിച്ചാണ് സമയം കൊടുക്കുന്നത്. ഇന്ന കാര്യം ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഇതാണ്, അത് ഞാൻ ആദ്യം ചെയ്യണം. പിന്നത്തെ പ്രയോറിറ്റി എന്നതാണ്, അത് രണ്ടാമത് ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാക്കിയെടുക്കണം. സമയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ സമയം കോൺസ്റ്റൻ്റ് അല്ലേ, പിന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും. അത് തെറ്റാണ്. ദിവസത്തിൻ്റെ സമയം എല്ലാവർക്കും തുല്യമാണ്, 24 മണിക്കൂറാണ്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം
അത് നമ്മുടെ കയ്യിലാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരുന്നാൽ സമയം കൂടുതൽ കിട്ടും. പത്രം വായിക്കുന്നത് പലതരത്തിലാവാം. പലതരത്തിൽ പത്രം, സ്നാനം പഞ്ചവിധം പ്രോക്തം എന്ന് പറയും. കുളി 5 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. കയ്യും കാലും ഒന്ന് കഴുകി, ജോലിക്കാരൊക്കെ പാടത്തുനിന്ന് കയറി വരുമ്പോൾ അടുത്തുള്ള വഴിക്കുള്ള കുളത്തിൽ ഒന്ന് ഇറങ്ങി കാലൊക്കെ തേച്ച് ഇങ്ങനെ കൈയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് വെള്ളമാക്കി ഒന്ന് ഭക്ഷണം കഴിക്കും. അതൊരു തരം കുളിയാണ്. ആ തരം കുളിയല്ലല്ലോ അവർ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോഴുള്ള കുളി. അതുപോലെ പത്രം വായിക്കലും നമുക്ക് പലതരത്തിലാവാം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നമ്മുടെ സമയത്തിനനുസരിച്ച്, പിന്നെ ഒഴിവുള്ള സമയം ഉള്ളപ്പോൾ അതൊന്ന് കൂടുതൽ നേരം നോക്കാം. ഏത് കാര്യവും ചെയ്യുന്നത് വളരെ നന്നായി ചെയ്താൽ സമയം നമുക്കതിലൂടെ ലാഭിക്കാനായിട്ട് കഴിയും. അങ്ങനെ സമയം ലാഭിച്ച് കൂടുതൽ സമയം ഉണ്ടാക്കിയെടുത്താൽ പഠനത്തിന് സമയം കൂടുതൽ കിട്ടും. നമുക്ക് എപ്പോഴും വേണ്ടത് പഠനത്തിന് സമയം കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിലവാക്കുന്ന സമയമാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന മാർക്ക് കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അറിവ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിലൂടെ. അങ്ങനെ സമയം പ്രൂഡൻ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസവും യാത്ര, സ്കൂളിലേക്ക് പോകുന്നതിനും വരുന്നതിനുമുള്ള ആ സമയം അത് മിനിമൈസ് ചെയ്യുക. ഞാൻ കണ്ടിട്ടുണ്ട് പല കുട്ടികളും ഒരുപാട് നേരത്തെ സ്കൂളിലെത്തുന്നു. ഒരുപാട് നേരത്തെ സ്കൂളിലെത്താണ്. ട്യൂഷൻ സെൻറ്ററിലേക്ക് തന്നെ പലപ്പോഴും ചില കുട്ടികൾ നേരത്തെ വരുന്നത് കാണാറുണ്ട്. 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതിനുള്ള കുട്ടികൾ ചിലപ്പോൾ 7 മണിക്കൊക്കെ വന്ന് അവിടെ ഇരിക്കുന്ന കാണാം. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് ഇങ്ങനെ ഇത്ര നേരത്തെ വന്നേ? അപ്പോൾ ഇത്ര അകലെയെന്നാണ് വരുന്നത്. ഫസ്റ്റ് ബസ്സിന് വന്നാൽ ഇപ്പോഴാണ് എത്തുക, സെക്കൻഡ് ബസ് വന്നാൽ നേരം വൈകും. അങ്ങനെയൊക്കെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നല്ല കാര്യം, ഫസ്റ്റ് ബസ്സിന് തന്നെ വരൂ. പക്ഷേ ഇവിടെ വന്നിരുന്ന് സമയം കളയാൻ പാടില്ല എന്ന് ഞങ്ങൾ നിഷ്കർഷിക്കാറുണ്ട്. ഇരുന്ന് പഠിക്കണം. സമയം എത്രമാത്രം ലഭിക്കുന്നു, അത് എങ്ങനെ ചെലവഴിക്കുന്നു, ഇതാണ് ഒരു കുട്ടിയുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം. അതുകൊണ്ട് ആ സമയം അഡ്ജസ്റ്റ് ചെയ്യുക. ബഡ്ജറ്റ് ടൈം. നെപ്പോളിയൻ ഹില്ലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. ഒരു ചാപ്റ്ററിൻ്റെ പേര് തന്നെ 54 മേജർ കോസസ് ഓഫ് ഫെയിലിയർ എന്നാണ്. തോൽവിക്കുള്ള 54 പ്രധാന കാരണങ്ങൾ. അദ്ദേഹം അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ കാരണങ്ങൾ അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്ത് വിജയം വരിക്കണം. ഇതാണ് 54 മേജർ കോസസ് ഓഫ് ഫെയിലിയർ. അതിലൊരെണ്ണം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫെയിലിയർ ടു ബഡ്ജറ്റ് ടൈം ആൻഡ് പുട്ട് ഇറ്റ് ടു പ്രോപ്പർ യൂസ്. ഫെയിലിയർ ടു ബഡ്ജറ്റ് ടൈം ആൻഡ് പുട്ട് ഇറ്റ് ടു പ്രോപ്പർ യൂസ്. സമയം ബഡ്ജറ്റ് ചെയ്യണം. കൃത്യമായി അത് കാത്തു സൂക്ഷിക്കുകയും വേണം. ഒന്നിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സമയം വേറൊന്നിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ആ കാര്യത്തിൽ കൃത്യനിഷ്ഠ ഉള്ളവരായിരിക്കണം. സമയനിഷ്ഠയൊക്കെ ഉള്ളവരായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇയർ പ്ലാനിങ്ങിൽ. ഇനി ഒരു ദിവസം രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തത് എല്ലാം പിറ്റേ ദിവസം നമുക്ക് നടത്താൻ പറ്റിയോ? ഇത് അവലോകനം ചെയ്യേണ്ടത് കിടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെയാണ്. അപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒന്ന്, അടുത്ത ദിവസത്തേക്കുള്ള ടൈം ടേബിൾ പ്ലാൻ ചെയ്യുന്നു. ടൈം ടേബിൾ എന്ന് തന്നെ ഞാൻ അതിനെ വിളിക്കുകയാണ്. 2, തലേ ദിവസത്തെ പ്ലാനിങ് ശരിയായോ ഇല്ലയോ എന്ന് നോക്കുന്നു. ശരിയായിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസത്തെ നമ്മുടെ പ്ലാനിങ്ങിൽ അതിനനുസരിച്ച് വേണ്ട പരിഹാരം ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ഈ ജീവിതത്തിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട്, ഏറ്റവും നല്ല ഫലം പുറപ്പെടുവിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനെ വേണ്ടതുപോലെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്ലാനിങ്ങിൽ അധ്യാപകർക്കും ധാരാളം സഹായിക്കാനുണ്ട്. അധ്യാപകർ കുട്ടിയുടെ മാർക്ക് ആദ്യം തന്നെ കുട്ടിയോട് പറയണം, ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാകണം എന്ന് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി തരണം. യഥാർത്ഥത്തിൽ ഓരോ ദിവസത്തിനും ഒരു പ്ലാനിങ് അതുണ്ടാകണം. ഒരു വിദ്യാർത്ഥിയെ സഹായിക്കാൻ അധ്യാപകന് കഴിയും.
അധ്യാപകൻ പറഞ്ഞു കൊടുക്കണം, മോനെ ഇങ്ങനെ ഒരു പ്ലാനിങ്, അത് നിൻ്റെ പ്ലാനിങ് നിൻ്റെ ജീവിതത്തിനനുസരിച്ചായിരിക്കണം. ഞാൻ പ്ലാൻ ചെയ്ത് തന്നാൽ പോരാ, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് എല്ലാ കുട്ടികൾക്കും ഒരേ പ്ലാനിങ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പലർക്കും പല വിധത്തിലുള്ള പ്ലാനിങ്ങാണ് വേണ്ടത്. ഒരുത്തൻ 20 കിലോമീറ്റർ യാത്ര ചെയ്താവാൻ വരുന്നുണ്ടാവുക, ഒരുത്തൻ ബെല്ലടിച്ചതിന് ശേഷം വരുന്നവനാകാം. രണ്ടുപേർക്കും ഒരേ പ്ലാനിങ് അല്ലല്ലോ ഉണ്ടാവുക, രണ്ടും രണ്ടാണ്. അത് ചിലർ കളിക്കാരുണ്ടാവും, പഠിക്കുന്നതോടൊപ്പം കളിക്കണമെന്ന്, കളിച്ച മിടുക്കന്മാരാകണം എന്ന്. കളിയൊന്നും ദോഷമൊന്നും അല്ല കേട്ടോ, അതിലൂടെ പ്രാവീണ്യം നേടി നമുക്ക് നല്ല പൊസിഷനൊക്കെ എത്താനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പ്ലാനിങ്, ഓരോരുത്തർക്കും അവരുടേതായ ഒരു പ്ലാനിങ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അധ്യാപകന് സഹായിക്കാൻ കഴിയും. ഈ പ്ലാനിങ് എന്നുള്ള ആശയം തന്നെ കുട്ടികളിൽ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അതുണ്ടാക്കണം, കുട്ടികളിൽ വളർത്തിയെടുക്കണം. സ്കൂളിനൊരു പ്ലാനിങ് വേണം, വീടുകളിലൊരു പ്ലാനിങ് വേണം, നമ്മുടെ നാടിനൊരു പ്ലാനിങ് വേണം. എല്ലാവർക്കും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതിലൂടെയാണ് ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക. ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്താനും നമുക്ക് കഴിയുന്നത് നമ്മുടെ പ്ലാനിങ്ങിലൂടെ മാത്രമാണ്. ഒരു പ്ലാനിങ്ങുമില്ലാതെ തോന്നിയ പോലെ ജീവിച്ചാൽ അവന് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.